പ്രൈസ് ദി ലോർഡ്. ദ ഷെപ്പേഴ്സ് ആപ്പിൻ്റെ 167 എപ്പിസോഡിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. സങ്കീർത്തനങ്ങൾ 16:8. ഞാൻ യഹോവയെ എപ്പോഴും എൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോകയില്ല. സങ്കീർത്തനങ്ങളിൽ 16 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് ആവർത്തിച്ച് കാണുവാൻ സാധിക്കും. ബൈബിളിലെ 48, 49, 50 പ്രാവശ്യം ആണ് ഈ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. സങ്കീർത്തനം 3:6 എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങുന്ന 1000 ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് കാണുവാൻ സാധിക്കും. 4:8 ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത് എന്ന് കാണുവാൻ സാധിക്കും. 18:8 നമ്മൾ വായിച്ചു, യഹോവയെ ഞാൻ എൻ്റെ മുമ്പിൽ എപ്പോഴും വെച്ചിരിക്കുന്നു, അവൻ എൻ്റെ വലത്ത് ഭാഗത്തുള്ളതുകൊണ്ട് ഞാൻ കുലുങ്ങിപ്പോയില്ല. ഒരു ഭക്തന്റെ ഏറ്റവും വലിയ പ്രത്യാശയാണ് ദൈവം എൻ്റെ കൂടെയുണ്ട്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലെ ഒരു ഭാരത്തിലൂടെ, പ്രയാസത്തിലൂടെ, അല്ലെങ്കിൽ നമുക്കറിയാൻ പറ്റുന്നൊരു സാഹചര്യത്തിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ, നടന്നു പോകുമ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കൊരു വഴി പറഞ്ഞു തരാൻ, നമുക്കൊരു ധൈര്യം പകർന്നു തരാൻ, നമ്മുടെ കൂടെ ഹെൽപ്പിന് ഒരാളുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും അതൊരു ധൈര്യമാണ്. ഇന്ന ആളെൻ്റെ കൂടെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്നേക്കാൾ കഴിവുള്ള ഒരാൾ, എന്നേക്കാൾ ബലമുള്ള ഒരാൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളത് എപ്പോഴും നമുക്ക് ആത്മധൈര്യം പകരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സർവശക്തനായ ദൈവം തന്നെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ, അതാണ് ദാവീദ് തൻ്റെ അനുഭവത്തിൽ പറയുന്നത്. താൻ കാട്ടിൽ ആടിനെ മേയിച്ചുകൊണ്ട് നടന്നപ്പോഴും, ഗോലിയാത്തിനെതിരെ യുദ്ധത്തിന് പോയപ്പോഴും, താൻ രാജഭരണത്തിൽ എത്തിയപ്പോഴും, തൻ്റെ ജീവിതത്തിലെ അഭിഷേകം വീണ അന്നു മുതൽ ജീവിതത്തിൽ നേരിട്ട എല്ലാ പ്രതിസന്ധികളിലും തനിക്ക് തുണയായി തൻ്റെ കൂടെ ഉണ്ടായിരുന്നത് സർവശക്തനായ ദൈവം തന്നെയായിരുന്നു. തൻ്റെ ആത്മാവിനാലാണ് താൻ നയിക്കപ്പെട്ടത്. ജീവിതത്തിലെ സമസ്ത മേഖലകളിലും നാം നമ്മുടെ അനുഭവങ്ങളിൽ കർത്താവിനെ നമ്മുടെ മുമ്പിൽ വെക്കുന്നുവെങ്കിൽ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, കർത്താവ് മുമ്പിൽ വെക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ചില വാഹനങ്ങളിലൊക്കെ കയറുമ്പോൾ കർത്താവിൻ്റെ ഫോട്ടോ ഉണ്ട്, പലയിടത്തും നമ്മൾ ഇതൊക്കെ കാണാറുണ്ട്. എന്നാൽ കർത്താവിനെ മുമ്പിൽ വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഫോട്ടോ അല്ലെങ്കിൽ ഒരു സ്വരൂപം കാണുക എന്നുള്ളത് അതീതമായിട്ട് കർത്താവ് നമ്മളിൽ വാഴുവാനും, കർത്താവ് നമ്മുടെ കൂടെ ജീവിക്കുവാനും, കർത്താവിന് പ്രസാദമുള്ള ഒരു അനുഭവത്തിൽ നാം ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നേറുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. 1 പത്രോസ് 3:14 നമ്മൾ വായിക്കുന്നു, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണിയെങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പിൻ. അവിടെ പറയുന്നത് വലിയ പ്രയാസങ്ങളുടെ, പ്രതിസന്ധികളിലൂടെ, കഷ്ടതകളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ തന്നെ നിങ്ങൾ ഭാഗ്യവാന്മാർ. അങ്ങനെ നിങ്ങളെ കഷ്ടം നിങ്ങളിൽ കൊണ്ടുവരുന്നവർ, നിങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്നവരെ കണ്ട് നിങ്ങൾ മുഷിയരുത്, അവരുടെ ഭീഷണത്തെങ്കിൽ ഭയപ്പെടുകയും കലങ്ങുകയും വരുത്. ഒന്ന് മാത്രം ചെയ്താൽ മതി, ദൈവത്തെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധീകരിക്കുക. എന്ന് വെച്ചാൽ എന്താണ്? നാം വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ, ദൈവം നമ്മൾ പ്രസാദിക്കുമ്പോൾ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8 നമ്മൾ വായിക്കുന്നു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമ്മൾ ഹൃദയവിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും, ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ വഴികളെ, ദുർഘടങ്ങളെ നിരപ്പാക്കി സമസ്ത മേഖലകളിലും വിജയം തരുവാൻ നമ്മുടെ കർത്താവ് മതിയായനാണ്. ഇന്ന് വാക്കാലം ആ ദൈവസനെ നമുക്ക് സമർപ്പിക്കാം, നമ്മളെ വിശുദ്ധിയോടെ ദൈവസനെ സമർപ്പിക്കാം. ഇന്ന് വാക്കാലം ദൈവമായ കർത്താവ് നമ്മുടെ മുമ്പിൽ ഇരിക്കട്ടെ, നമ്മുടെ കൂടെ ഇരിക്കട്ടെ. നമ്മളാൽ അസാധ്യമായതൊക്കെ സാധ്യമാക്കി തന്നെ നമ്മുടെ ജീവിതയാത്ര ധന്യമാക്കി തീർക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വാക്കാലം അതിനെ കേൾക്കുന്നതിൻ്റെ ജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ. ഞങ്ങൾക്ക് മുമ്പായി നടന്ന് ദുർഘടങ്ങളെ മാറ്റി കർത്താവേ, ആ സമസ്ത മേഖലകളിലും നിന്റെ ജനത്തിന് വിജയം, കർത്താവ് നന്മ നൽകിയാട്ടെ. കൃപകളെ മറച്ചാട് പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.